പൊതുമരാമത്ത് അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് വേണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനമില്ലെങ്കിൽ ചീഫ് വിപ്പ് പദവി ലഭിച്ചേക്കും. ഇന്ന് 10 മണിക്കാണ് കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉഭയകക്ഷി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി കോൺഗ്രസ് ചർച്ച നടത്തുക. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ, 2 മന്ത്രിമാർ വേണം, പക്ഷേ അതിനുള്ള സാധ്യത കുറവല്ലേ? ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. എങ്കിലും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം കോൺഗ്രസിനുണ്ടായ വിജയം പോലെ തന്നെ കേരള കോൺഗ്രസിനും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകുന്നത്. മത്സരിച്ച 8 സീറ്റിലും 7 സീറ്റിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു 2 മന്ത്രിയെങ്കിലും തങ്ങൾക്ക് വേണമെന്നുള്ള ഒരു ആവശ്യമാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സീറ്റ് വിഭജനം നടന്നപ്പോൾ, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജനം നടന്നപ്പോൾ 2 സീറ്റുകൾ, പ്രധാനപ്പെട്ട 2 സീറ്റുകൾ ഏറ്റുമാനൂരും ഇടുക്കിയും കോൺഗ്രസിന് അന്ന് വിട്ടു നൽകിയിരുന്നു കേരള കോൺഗ്രസ്. അന്ന് ആലുവയിൽ വെച്ച് നടന്ന ചർച്ചയിൽ VD സതീശൻ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. അതായത് 2ാം മന്ത്രി സ്ഥാനമടക്കം ഉറപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 സീറ്റുകൾ വിട്ടു നൽകിയതെന്നാണ് ജോസഫ് വിഭാഗത്തിലെ പല ആളുകളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ 2ാം മന്ത്രിയും കൂടി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, അത് SKN പറഞ്ഞ പോലെ റവന്യൂ വകുപ്പോ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ്, ഈ 2 വകുപ്പിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് വേണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മോൻസ് ജോസഫ് തന്നെയായിരിക്കും മന്ത്രി. രണ്ടാമത് മറ്റൊരു വകുപ്പ് കൂടി ലഭിക്കണമെന്നൊരു ആവശ്യം, അത് ഏതെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. പക്ഷേ രണ്ടാമതൊരു വകുപ്പ് കൂടി വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അത് അബു ജോസഫ് അടക്കമുള്ളവർ ആ സ്ഥാനത്തേക്ക്, മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ചീഫ് വിപ്പ് ആവുകയാണെങ്കിൽ തോമസ് ഉണ്ണിയാൻ അടക്കമുള്ളവർ അതിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് കേരള കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന 10 മണിക്ക് ചേരുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഈ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കും. പ്രത്യേകിച്ചും ക്രൈസ്തവ മേഖലയിലൊക്കെ വലിയ വിജയം നേടി വന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യം മുസ്ലിം ലീഗിനെ കാര്യമായിട്ട് പരിഗണിക്കുമ്പോൾ കേരള കോൺഗ്രസിനെ കൂടി പരിഗണിക്കണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യം ഉന്നയിക്കും. പക്ഷേ UDFന്റെ കെട്ടുറപ്പിന് വേണ്ടി മറ്റ് അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കൂടി ജോസഫ് വിഭാഗം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം എന്ത് പറയുന്നു അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റാത്തതല്ലെങ്കിൽ അതിനോട് സഹകരിച്ച് പോകാനുള്ള ഒരു തീരുമാനമായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.